ഈ കണ്ടംകുളത്തി എന്ന നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള, അതായത് വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബ്രാൻഡ് അതെങ്ങനെ 2 സ്ഥാപനങ്ങളായി? ഈ ഒരേ പേരിൽ 2 സ്ഥാപനങ്ങൾ വരിക എന്ന് പറയുമ്പോൾ അത് ജനങ്ങളെ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തുല്യമാകുന്ന കാര്യമല്ലേ? കണ്ടംകുളത്തി ആയുർവേദ വൈദ്യശാല, കണ്ടംകുളത്തി ആയുർവേദ കുടുംബത്തിൻ്റെ തന്നെ, അതായത് 170-ൽ പരം വർഷത്തെ പാരമ്പര്യമുള്ള ഈ കുടുംബത്തിൻ്റെ തന്നെ ഒരു പ്രസ്ഥാനമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചികിത്സ അല്ലെങ്കിൽ ഒരു മരുന്ന് നിർമ്മാണവുമായിട്ട്. ഇതിനിടയിൽ നമ്മൾ മുൻപ് പറഞ്ഞ ഒരു വിവാഹം വഴി നമ്മുടെ കുടുംബത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു ലേഡി, ഒരു സ്ത്രീയാണ്. അതായത് നിങ്ങളെല്ലാവരും പരസ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ റോസ്മേരി എന്ന് പറയുന്ന സ്ത്രീ നമ്മുടെ കുടുംബത്തിലേക്ക് വിവാഹം വഴി വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഇവരൊരു ഡോക്ടറാണ്. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഈ കുടുംബത്തിൻ്റെ ആയുർവേദ പാരമ്പര്യം, ആയുർവേദ ചികിത്സാ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരുടെ ലൈസൻസ് വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ അവരുടെ പാർട്ണർക്ക് ഈ ഒരു ബിരുദമില്ലാത്തതും ഈ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു കണ്ണില്ലാത്ത സ്ഥിതിക്ക് അവരുടെ ലൈസൻസിൽ അവരൊരു പേര് വെച്ച് തുടങ്ങി. ആ പേര് പറയുകയാണെങ്കിൽ KP പത്തോസ് വൈദ്യൻസ് കണ്ടംകുളത്തി വൈദ്യശാല. ഈ KP പത്തോസ് വൈദ്യൻ കണ്ടംകുളത്തി വൈദ്യശാലേൻ്റെ ഇടയിൽ കണ്ടംകുളത്തി എന്നുള്ളൊരു വാക്ക് വെച്ചിട്ട് ആ വാക്ക് പ്രൊജക്റ്റ് ചെയ്താണ് കാണിക്കുന്നത്. ആ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ രണ്ടും 2 കമ്പനിയാണ്. പാരമ്പര്യമായിട്ടോ മറ്റുള്ള ബിസിനസ് പരമായിട്ടോ യാതൊരു തരത്തിലുള്ള ബന്ധവും ഇതിലില്ല. മരുന്നുകളായാലും ചികിത്സകളായാലും. പക്ഷേ ഈ KP പത്തോസ് വൈദ്യൻസ് കണ്ടംകുളത്തി വൈദ്യശാല എന്നുള്ളതിലെ KP പത്തോസ് വൈദ്യൻസ് എന്നുള്ള വാക്ക് ചെറുതാക്കി കാണിച്ച് ഈ കണ്ടംകുളത്തി വൈദ്യശാല നമ്മൾ വലുതാക്കി കാണിച്ച് ജനങ്ങളുടെ ഇടയിൽ ഇതും കണ്ടംകുളത്തി പാരമ്പര്യത്തിൻ്റെ അല്ലെങ്കിൽ കണ്ടംകുളത്തി കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ കണ്ടംകുളത്തി ആയുർവേദ വൈദ്യശാലയുടെ ഒരു സ്ഥാപനം എന്ന രീതിയിലാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വന്ന് ഒരു കുടുംബത്തിൻ്റെ ഒരു ഭാഗമായവരെ നമുക്ക് തള്ളിപ്പറയാനും പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ അത് ജനങ്ങളുടെ ഇടയിൽ നിരവധി തെറ്റിദ്ധാരണകളും ഒത്തിരി പേർക്ക് ഇതുമൂലം പല പ്രയാസങ്ങളും നേരിടുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കി ഇപ്പോൾ നമ്മളതിനെതിരെ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്.